നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയോടെ ഭരണം നഷ്ടപ്പെട്ട് പ്രതിപക്ഷത്തിരിക്കേണ്ടി വന്ന CPM-ൽ പിണറായി വിജയന്റെയും MV ഗോവിന്ദന്റെയും ഏകാധിപത്യത്തിന് അന്ത്യം കുറിക്കാൻ കളമൊരുങ്ങുന്നു. ഭരണം പോയതോടെ എക്കാലത്തും പിണറായിയെ ഭയന്ന് നിശബ്ദരായിരുന്ന നേതാക്കളിപ്പോൾ പരസ്യമായി പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കുന്ന കാഴ്ചയാണ് AKG സെന്ററിലും നിയമസഭയിലെ പ്രതിപക്ഷ ബെഞ്ചുകളിലും കാണാൻ കഴിയുന്നത്. ഈ വിമത നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് മറ്റാരുമല്ല, സാക്ഷാൽ MA ബേബിയാണ് എന്നതാണ് പിണറായി ക്യാമ്പിനെ ശരിക്കും ഞെട്ടിച്ചിരിക്കുന്നത്. VD സതീശന്റെ നേതൃത്വത്തിൽ കോൺഗ്രസും UDF-ഉം ഭരണം പിടിച്ചെടുത്തതോടെ CPM-ന്റെ അടിത്തറ ഇളകിയെന്നാണ് പാർട്ടിയിലെ പൊതുവിലയിരുത്തൽ. വരാനിരിക്കുന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ എടുക്കുന്ന നിലപാടുകൾ പിണറായിയുടെയും ഗോവിന്ദന്റെയും രാഷ്ട്രീയ ഭാവി തന്നെ തീരുമാനിച്ചേക്കാം. തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് നേതൃമാറ്റം വേണമെന്ന ആവശ്യം കേന്ദ്ര കമ്മിറ്റിയിൽ ആഞ്ഞടിക്കാൻ തന്നെയാണ് പുതുച്ചേരിയുടെ തീരുമാനം. ഭരണം പോയതോടെ പാർട്ടിയെ രക്ഷിച്ചെടുക്കാൻ പുതിയ ആക്ഷൻ പ്ലാനുമായാണ് തിരുത്തൽവാദികൾ രംഗത്തിറങ്ങിയിരിക്കുന്നത്. ഇതിന് ചുക്കാൻ പിടിക്കാൻ ജനകീയരായ P. രാജീവ്, M. സ്വരാജ്, KN ബാലഗോപാൽ എന്നിവരാണ് മുൻനിരയിലുള്ളത്. എന്നാൽ പിണറായിയെ ശരിക്കും ഭയപ്പെടുത്തുന്നത് ഇവർക്ക് പിന്നിൽ അണിനിരന്നിരിക്കുന്ന വമ്പൻ സ്രാവുകളെയാണ്. EP ജയരാജൻ, P. ജയരാജൻ, PK ശ്രീമതി തുടങ്ങി കണ്ണൂരിൽ പിണറായിയുമായി ഇടഞ്ഞു നിൽക്കുന്ന വലിയൊരു നിര തന്നെ ഈ പുതുച്ചേരിക്കൊപ്പമുണ്ട്. പുത്തലത്ത് ദിനേശിനെ പോലുള്ള ശക്തരായ നേതാക്കളും ഈ കൂട്ടുകെട്ടിനൊപ്പമുള്ളത് ഔദ്യോഗിക പക്ഷത്തിന്റെ ഉറക്കം കെടുത്തിയിരിക്കുകയാണ്. ഭരണം നഷ്ടപ്പെട്ട പശ്ചാത്തലത്തിൽ പാർട്ടിയിൽ അടിമുടി അഴിച്ചുപണി വേണമെന്നും ഇതിനായി പ്രത്യേക പ്ലീനം വിളിക്കണമെന്നുമായിരുന്നു ഈ വിമത വിഭാഗത്തിന്റെ ആദ്യ ആവശ്യം. എന്നാൽ പ്ലീനം നടന്നാൽ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്ന് പോലും തെറിക്കുമെന്നുറപ്പുള്ള പിണറായി തന്ത്രപരമായി അതിനെ വിപുലീകൃത സംസ്ഥാന സമിതിയിലേക്ക് ചുരുക്കുകയായിരുന്നു. തോൽവിക്ക് കാരണമായ പല ഘടകങ്ങളും ഇപ്പോൾ ഓരോന്നായി പുറത്തു വരികയാണ്. തളിപ്പറമ്പിൽ കീഴ്ഘടകങ്ങളെ അപ്പാടെ അവഗണിച്ച് MV ഗോവിന്ദൻ സ്വന്തം ഭാര്യ PK ശ്യാമളയ്ക്ക് സീറ്റ് നൽകിയത് പാർട്ടിയിൽ വലിയ പൊട്ടിത്തെറിക്കും വഴിവെച്ചു. ഈ തീരുമാനം പാളിപ്പോയെന്ന് കണ്ണൂർ ജില്ലാ കമ്മിറ്റി തുറന്നടിക്കുകയും സംസ്ഥാന നേതൃത്വം അത് ശരിവെക്കുകയും ചെയ്തതോടെ ഗോവിന്ദൻ മാഷ് ശരിക്കും വെട്ടിലായി. ഇതിന് പിന്നാലെയാണ് MV ഗോവിന്ദനെതിരായ ഉൾപാർട്ടി വിമർശനങ്ങൾക്ക് MA ബേബി നേരിട്ട് കുടപിടിച്ചത്. മലപ്പുറത്തെ EMS സെമിനാറിലും സമാനമായ നാടകങ്ങൾ അരങ്ങേറി. തോൽവിയിൽ കേന്ദ്ര നേതൃത്വത്തിന്റെ വിലയിരുത്തലുകൾ ജനറൽ സെക്രട്ടറി തുറന്നു പറഞ്ഞപ്പോൾ പിണറായിയും ഗോവിന്ദനും അത് അപ്പാടെ തള്ളിക്കളഞ്ഞു. വ്യക്തിപരമായ വീഴ്ചകളില്ലെന്നും സംഘടനാപരമായ പ്രശ്നങ്ങൾ മാത്രമാണെന്നുമുള്ള ഇവരുടെ ന്യായീകരണം അണികൾക്കിടയിൽ കടുത്ത രോഷമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഭരണം നഷ്ടപ്പെട്ട് പ്രതിപക്ഷത്തിരിക്കുമ്പോഴും നിയമസഭയ്ക്കുള്ളിൽ പിണറായി വിജയനും മുൻ ധനമന്ത്രി KN ബാലഗോപാലും തമ്മിലുണ്ടായ തുറന്ന പോര് CPM-ന്റെ ചരിത്രത്തിൽ തന്നെ കേട്ടുകേൾവിയില്ലാത്തതാണ്. സഭയിൽ പ്രതിപക്ഷ നേതാവായ പിണറായിയുടെ നിലപാടുകളെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് ഇനിയൊരു വിട്ടുവീഴ്ചയ്ക്കും ക്യാപ്റ്റൻ ഇല്ലെന്ന് പുതിയ ചേരി സഭയിൽ തെളിയിച്ചു കഴിഞ്ഞു. പിണറായിയുടെ വെറും സ്തുതിപാഠകരായി ഇനി പാർട്ടിയിലെ യുവനേതാക്കൾ നിൽക്കില്ലെന്ന വ്യക്തമായ പ്രഖ്യാപനമാണ് ഇതിലൂടെ പുറത്തുവരുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പ്രതിപക്ഷ നേതാവെങ്കിലും ആയേക്കാം എന്നുള്ള പിണറായി വിജയന്റെ തീരുമാനത്തെ അപ്പാടെ അംഗീകരിച്ച ഒരു പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ മാറ്റങ്ങൾ ഈ പാർട്ടിയിൽ നിന്നും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. എന്നാൽ MA ബേബിയുടെ നേതൃത്വത്തിൽ ഒരു പുതിയ മാറ്റത്തിന്റെ കാറ്റ് വീശുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ആകെ നൽകുന്ന പ്രതീക്ഷ.